വചനമൊഴി ഏപ്രിൽ 24. വചനഭാഗം 2 തിമോത്തി 2, 22-26. മത്തായിയുടെ സുവിശേഷം 24, 45, 51. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്, വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യനായി മാറണമെന്നാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക, ശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ പിന്തുടരുക. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകാതെ എല്ലാവരോടും സൗമ്യതയോടെ വർത്തിക്കുവാനും ക്ഷമാശീലനായിരിക്കുവാനുമാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകാതെ ക്ഷമയോടെ വർത്തിക്കുവാനും എല്ലാവരോടും സൗമ്യതയോടെ വർത്തിക്കുവാനും ക്ഷമാശീലനുമായിരിക്കുവാനാണ് ഉപദേശിക്കുന്നത്. ക്ഷമയിലൂടെയും സൗമ്യതയിലൂടെയും ശത്രുവിനെ പോലും നേടുവാൻ സാധിക്കുമെന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യൻ്റെ കാര്യമാണ് പറയുന്നത്. തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യനെക്കുറിച്ചാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. അനുദിന ജീവിതത്തിലെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് തൻ്റെ യജമാനൻ വരുമ്പോൾ ഏതു നിമിഷവും കണക്ക് കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്ന ജാഗ്രതയുള്ള, ശ്രദ്ധയുള്ള ഒരു ഭൃത്യനായിരിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. പൗലോസ് ശ്ലീഹായുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് കലഹപ്രിയരാകാതെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ ജീവിത സാഹചര്യങ്ങളെ കാണുവാനും തിന്മകളുടെ മേൽ വിജയം നേടുവാനും സത്യവും നീതിയും സ്നേഹവും പരിശീലിക്കുന്നവരാകുവാനും അപ്രകാരം വിവേകിയും വിശ്വസ്തനുമായ മിശിഹായുടെ പടയാളിയായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായും ഈശോ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി വിശ്വസ്തയോടെ ധീരതയോടെ സാക്ഷ്യം നൽകിയവനാണ്. ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകിയതാണ്. ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകിയ വിശുദ്ധനാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും മിശിഹായ്ക്ക് ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ കലഹപ്രിയരാകാതെ സമാധാനപ്രിയരും ശാന്തശീലരും ദീർഘക്ഷമയുള്ളവരുമായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.